മനുഷ്യ ജീവിതത്തോളം പഴക്കമുള്ള ഒരു നാട്. അതാണ് ആധുനിക സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിലുള്ള അൽ ഉല. മദീനയിൽ നിന്നും 330 കിലോമീറ്റർ ദൂരം. വിശ്വപ്രസിദ്ധമായ സൗദിയിലെ പെട്ര, ഹെഗ്ര, ഹിജർ എന്നെല്ലാം അറിയപ്പെടുന്ന മദാഇൻ സ്വാലിഹിൽ നിന്നും 20 കിലോമീറ്റർ മാത്രം അകലെ. പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപേ മുതൽ തുടങ്ങിയതാണ് ഇവിടെ ജീവിതം. 1980കളുടെ ആരംഭം വരെ വിവിധ ജനസമൂഹങ്ങൾ ഇവിടെ ജീവിച്ചു പോന്നു. ഓൾഡ് ടൗൺ എന്നും ധീരയെന്നും ഇന്നും വിളിച്ചു പോരുന്നുണ്ട് ഈ പുരാതന നഗരത്തെ. തൊള്ളായിരം വീടുകളും 500 കടകളും 5 ടൗൺ സ്ക്വയറുകളുമുള്ള ഈ പട്ടണമത്രയും കളിമണ്ണ് കൊണ്ടും അൽ ഉലയിലെ കല്ലുകൾ കൊണ്ടും നിർമ്മിച്ചതാണ്. അതിനെ പുനരുദ്ധരിച്ച് പൗരാണികതയുടെ പകിട്ടോടെ പണിത അത്യുജ്വല വിപണന കേന്ദ്രമാണ് ഇന്നുള്ളത്. 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവിടെ ജനസമൂഹം താമസം തുടങ്ങിയത്. ഇതിനു മുന്നേ അന്നുണ്ടായിരുന്ന നാടോടി സംഘങ്ങൾ ഇതുവഴിയെല്ലാം തങ്ങിയും താമസിച്ചും കടന്നു പോയിട്ടുണ്ട്. ഖുർആനിലും ബൈബിളിലും പറയുന്ന മദിയൻ ജനത കടന്നുപോയ ഇടം കൂടിയെന്ന സവിശേഷതയും അൽ ഉലയിലെ ഈ പട്ടണത്തിനുണ്ട്. പുരാതന പൈതൃക കെട്ടിടങ്ങളിൽ പള്ളികളും ചന്തകളും ഉൾപ്പെടും. പള്ളി ആധുനിക സൗദി അറേബ്യ രൂപീകരിച്ച ശേഷം പുതുക്കി പണിതതാണ്. സൗദി കിരീടാവകാശിക കീഴിലുള്ള തൻതൂറ ഫെസ്റ്റിവൽ നടക്കുന്നതും ഇവിടെ തന്നെ. ഇതിന് എതിർവശത്താണ് അൽ ഉലയിലെ പുരാതന താമസക്കാരുടെ പ്രധാന കൃഷിയായിരുന്ന ഓറഞ്ചിന്റെ തോട്ടങ്ങളുള്ളത്. ഒരു മരുപ്പച്ചയായിരുന്നു പണ്ട് അൽ ഉല. അതാണ് ഇതുവഴി പോയ സഞ്ചാരികളും നാടോടികളും ഇവിടെ തങ്ങാൻ കാരണവും. ഈ താഴ്വരയിൽ ഇന്നുമുള്ള 2 ലക്ഷത്തോളം ഓറഞ്ച് മരങ്ങൾക്ക് ശുദ്ധജലം നൽകാനുള്ള ശേഷി മരുപ്പച്ചയായ അൽ ഉലക്ക് ഇന്നുമുണ്ട്. ഇവിടെയുള്ള ഏറ്റവും പഴക്കമുള്ള തോട്ടത്തിലൊന്നിലാണ് ഇന്ന് ഓറഞ്ച് ഉത്സവം. ഇരുപത്തിയൊൻപത് ഇനം ഓറഞ്ചിനങ്ങൾ പുരാതന കാലത്ത് ഇവിടെ വേരൂന്നിപ്പോന്നതാണ്. അന്ന് കാതങ്ങൾ താണ്ടി എത്തിയവരെ സ്വാഗതം ചെയ്ത ഗാനം ഇന്നും ഇവിടെ എത്തുമ്പോൾ കേൾക്കാം. ഗ്രാമത്തിലെ ജനത കാലങ്ങളോളം പാടിപ്പോന്ന ആ നാടൻ ശീലുകൾ അവർ മത്സരിച്ച് കാഴ്ചക്കാർക്കായി പാടും. ഓറഞ്ചും ചെറുനാരങ്ങകളും മാത്രമല്ല, അവ കൊണ്ടുള്ള വിഭവങ്ങളും ഇവിടെ ലഭിക്കും. ഒപ്പം ഈത്തപ്പനത്തണലിൽ കാഫിലകൾ ഒട്ടകപ്പുറത്തേറി വന്ന കഥകളോർത്ത് കഹുവയും നുണയാം.